ആലത്തൂരിൽ കെ രാധാകൃഷ്ണനെയും കൊല്ലത്ത് എം മുകേഷിനെയും ആറ്റിങ്ങലിൽ വി ജോയിയെയും മത്സരിപ്പിക്കണമെന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ ശുപാർശ. കണ്ണൂരിൽ എം വി ജയരാജനെയും ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥിനെയും മത്സരിപ്പിക്കാനാണ് ആലോചന. പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളുടെ ചർച്ച നാളെ അവസാനിക്കും. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ആലത്തൂരിലെ ആദ്യ പരിഗണന കെ രാധാകൃഷ്ണൻ തന്നെയാണ്. ജില്ലാ നേതൃത്വത്തിന് എതിർപ്പുണ്ടെങ്കിലും കഴിഞ്ഞ തവണ വിജയിച്ച ഏക LDF MP-യായ ആരിഫ് തന്നെയായിരിക്കും ആലപ്പുഴയിൽ കളത്തിലിറങ്ങുക. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെതിരെ എം മുകേഷിനെ മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ. പാലക്കാട് A വിജയരാഘവന്റെ പേരുമാണ് പാർട്ടിയുടെ മുൻഗണനാ പട്ടികയിലുള്ളത്. സിറാജിന്റെ പേരും ചർച്ചയിലുണ്ട്. പൊന്നാനിയിലെ നറുക്ക് KT ജലീലിന് വീണേക്കും. എന്നാൽ അത് പ്രാദേശിക പാർട്ടിയുടെ വിയോജിപ്പ് മറികടക്കേണ്ടി വരും. കാസർഗോഡ് TV രാജേഷിന്റെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെ പേരുമുണ്ട്. ഇടുക്കിയിൽ ജോയിസ് ജോർജ് തന്നെ സീറ്റ് ഉറപ്പിച്ച മട്ടാണ്. മലപ്പുറത്ത് VP സാനുവിന്റെ പേരാണ് വീണ്ടും പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ളത്. ആറ്റിങ്ങലിൽ വി ജോയിയുടെ പേര് മാത്രമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത്. ജില്ലാ കമ്മിറ്റികൾ ഇടകീറി പരിശോധിക്കുന്ന ലിസ്റ്റ് വീണ്ടും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തും. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ കൂടി കണ്ട ശേഷം 27-നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. അതേസമയം കോട്ടയത്തെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. UDF-ന് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മത്സരിക്കും. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സുഗമമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.